അത്ഭുതകരമായ ഒരു പരിവർത്തനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ രഹസ്യം വളരെ എളുപ്പമാണ്. സത്യത്തിൽ ഇതിന് രഹസ്യമില്ല. ഇത് മനുഷ്യൻ്റെ കാരുണ്യത്തിന് ചെയ്യാവുന്നതിൽ കവിഞ്ഞ് ഒരത്ഭുതവും ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് ചെയ്യാവുന്നതിൽ കവിഞ്ഞ് നാശവും ഈ ലോകത്തിൽ വേറെയില്ല. ദൈവം നമുക്ക് തന്ന ഈ വലിയ ഭൂമി എന്ന അനുഗ്രഹം നമ്മുടെ സ്വാർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു വിനാശത്തിൻ്റെ ഒരു സങ്കേതമായി മാറിയിരിക്കുകയാണ്. നമ്മൾ അല്പമൊന്ന് സ്വഭാവം മാറ്റിയാൽ മതി, ഈ വിനാശം എന്നുള്ളത് ഒരു വിസ്മയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആ പാഠമാണ് ശ്രീ ആനന്ദകുമാറും അദ്ദേഹത്തെ സഹായിക്കുന്ന ഹൃദയാലുക്കളായ സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾ അനാഥരാണെന്ന് പറയുന്നത് ശരിയല്ല. അവർക്ക് നാഥരുണ്ട്. നാഥന്മാരായ ആളുകൾ നാഥന്മാരായി പ്രവർത്തിക്കാത്തതാണ് ഇവരുടെ ദോഷം, ഇവർക്കുള്ള ബുദ്ധിമുട്ട്. ഗോൾഡ്സ്മിത്ത് എന്നൊരു വലിയ ഇംഗ്ലീഷ് ഉപന്യാസകാരനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് രണ്ട് ചെരുപ്പുള്ളവൻ ഒരു ചെരുപ്പുള്ളവനോട് സഹാനുഭൂതി കാണിക്കണം, ഒരു ചെരുപ്പുള്ളവൻ ചെരുപ്പില്ലാത്തവനോട് സഹാനുഭൂതി കാണിക്കണം. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരുടെ നേരെയാണ് നമ്മുടെ സഹാനുഭൂതിക്ക് പകരം നമ്മുടെ ഏറ്റവും ഭയങ്കരമായ ഹൃദയശൂന്യത കാണിക്കുന്നത്. അത് ഗോൾഡ്സ്മിത്ത് അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലുണ്ടായ ഒരു ശരാശരി എഴുത്തുകാരനാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മഹത്തായ കൃതിയായ ഭഗവാൻ വ്യാസൻ്റെ മഹാഭാരതത്തിൽ ഗോൾഡ്സ്മിത്ത് പറഞ്ഞതിന് വിപരീതമാണ് ലോകസ്ഥിതി എന്ന് ചിത്രീകരിക്കും. ഞാൻ ഈ സംസ്കൃതമൊന്നും ഉദ്ധരിക്കുന്നില്ല. എല്ലാ ഭാഷയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് എല്ലാ ഭാഷകളും ഒരു ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ഭാഷകൾ തമ്മിലുള്ള വലിയ കലഹത്തിനൊന്നും കഥയില്ല. അപ്പോൾ സംസ്കൃതത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു, കൈയില്ലാത്തവനെ കൈയുള്ളവൻ പീഡിപ്പിക്കുകയും കാലില്ലാത്തവനെ കാലുള്ളവൻ പീഡിപ്പിക്കുകയും ചെറുതിനെ വലുത് ഹിംസിക്കുകയും ചെയ്യുന്ന ഈ ലോകം നശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. അത് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും എല്ലാം കഥകൾ പറയുന്നതിൻ്റെ ഇടയിൽ അത്ഭുതകരമായ ഒരു പദ്യമാണ് അദ്ദേഹം എഴുതിയത്. അതിന് തുല്യമായ ഒരു പദ്യം എൻ്റെ സാഹിത്യ പാരായണം വളരെ പരിമിതമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ആശയം നമ്മൾ വേറെ കണ്ടു കാണുകയില്ല.